എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഡോഫ്ലമിംഗോ അവനാണെങ്കിൽ കിങ്ങിനെ കൺട്രോൾ ചെയ്യിപ്പിച്ച് ഒരുപാട് പേരെ വെട്ടിയെറിയാണ്. ഇതിന്റെ നിസ്സഹായ അവസ്ഥ അതവിടെ കൂടെ നിൽക്കുന്ന ജനങ്ങൾക്ക് ആർക്കും തന്നെ തിരിച്ചറിയാനാവില്ല. ഇവിടെ വയലറ്റ് അവൾ ഒരുപാട് വിഷമത്തിൽ കിങ്ങിനെ നോക്കുകയാണ്. അവളന്ന് ഒരു ചെറിയ പെൺകുട്ടിയാണ്. അവളും റോയൽ ഫാമിലിയിലെ ഒരു മെമ്പറാണ്. കിങ്ങും സോൾജിയേഴ്സും എന്താ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവളാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പോ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്ത് മഞ്ഞുമഴ പെയ്യിപ്പിച്ചുകൊണ്ട് നമ്മുടെ മോണറ്റ് അവൾ അവിടേക്ക് വരിക. ആക്ച്വലി മോണറ്റ് ആണെങ്കിൽ ആ പാലസിൽ ഒരു ഷെഫായാണ് ഇത്രയും കാലവും ജോലി ചെയ്തുകൊണ്ടിരുന്നത്. വയലറ്റ് ആണെങ്കിൽ ഷോക്കായിട്ട് മോണറ്റിന്റെ അടുത്തേക്ക് ഓടി വരും. നിർത്തടി നീ, സ്റ്റോപ്പ് ദ ഫക്ക്, നീ എന്തായി ചെയ്യണേ? സോൾജിയേഴ്സിനെ നീ എന്തിനെ കൊന്നേ? മാത്രമല്ല ആ ഡോർ എന്തിന് നീ ഓപ്പൺ ചെയ്തിട്ടു? അതിന് മോണറ്റ് പറയും, ഞാൻ ഞങ്ങളുടെ പുതിയ കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോ വലിയൊരു ചരിത്രം അത് തിരുത്തി കുറിക്കപ്പെടാൻ പോകുന്നു. നിന്റെ പവർ ഉപയോഗിച്ച് ശ്രദ്ധിച്ചൊന്ന് നോക്കിയാ നിനക്കെല്ലാം കാണാൻ കഴിയുമെന്ന് പറഞ്ഞ് മോണറ്റ് ആണെങ്കിൽ അവളെ നോക്കി പരിഹസിക്കും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഡോഫ്ലമിംഗോയുടെ ആൾക്കാർ അവരാണെങ്കിൽ പാലസിനെ അറ്റാക്ക് ചെയ്ത് എൻട്രൻസിലേക്ക് വരികയാണ്. ഇവിടേക്ക് വരുന്ന സോൾജിയേഴ്സിനെ എല്ലാവരെയും അവർ അറഞ്ചം പുറഞ്ചം ഷൂട്ട് ചെയ്ത് താഴെയിടും. ഇവിടെ മോണറ്റ് അവളാണെങ്കിൽ പൈലറ്റിന്റെ കൈ പിടിച്ച് തിരിച്ച് അങ്ങനെ മട്ടയ്ക്ക് ലോക്ക് ചെയ്യും. അതിനുശേഷം അവളുമായിട്ട് ആ എൻട്രൻസിലേക്ക് വരിക. ഇങ്ങിന്റെ ഒരു ബറ്റാലിയൻ ആൾക്കാർ അവരെ അറ്റാക്ക് ചെയ്യാൻ മുൻപോട്ടേക്ക് കുതിച്ചു വരും. പക്ഷെ അവരാണെങ്കിൽ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്ക് യാതൊരു കൂസലും ഇല്ലാതെ അവർക്ക് നേരെ പാഞ്ഞടുക്കുകയാണ്. ഇവിടെ വയലറ്റ് അവൾ നിസ്സഹായയായി ഈ കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് റിങ്കു കിങ്ങും ആളുടെ സോൾജിയേഴ്സും അവരെല്ലാവരും നിലവിളിച്ച് കരഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന പാവങ്ങളെ വെട്ടിയെറിയാണ്. കിങ്ങിന് ഒരു നിരപരാധിയുടെ പോലും ഇവരെ പൊടിയുന്നത് സഹിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള കിങ്ങിന് ഇപ്പോൾ ഒരുപാട് പ്രജകളെ ആളുടെ കൈകൊണ്ട് തന്നെ നഷ്ടാവുകയാണ്. കിങ്ങാണെങ്കിൽ ഡോഫ്ലമിംഗോയെ നോക്കി കെഞ്ചും. പക്ഷേ ഡോഫ്ലമിംഗോയുടെ മനസ്സിൽ യാതൊരു കരുണയില്ല. അവൻ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വെട്ടി താഴെയിടും. അപ്പോൾ അതേ സമയത്ത് കിങ് ആളൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. കിങ്ങിന്റെ കുതിരയുടെ കുളമ്പടി ആ ശബ്ദം കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങളും സ്ത്രീകളും എല്ലാവരും ഓടി വന്ന് കൈവീശി കാണിക്കും. കിങ്ങിന് ആ കുഞ്ഞുങ്ങളെ കാണുന്നതും അവരോടൊപ്പം സന്തോഷമായ നിമിഷങ്ങൾ പങ്കിടുന്നതും ഒരുപാട് ഇഷ്ടമാണ്. കിങ് ആണെങ്കിൽ ഇപ്പൊ ജനങ്ങളെ നോക്കി നിലവിളിച്ച് പറയും, പ്ലീസ് ആരെങ്കിലും എന്നെ കൊന്നുകള, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊല്ലും. ജനങ്ങളെല്ലാവരും കിങ്ങിനെ തന്നെ നോക്കുകയാണ്. കാരണം ജനങ്ങൾക്ക് കിങ്ങിന്റെ മേലെ അത്രയും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. ചോദിച്ച ഉടൻ തന്നെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പണവും അവര് കിങ്ങിന് കൊടുക്കാൻ തയ്യാറായി. എന്നിട്ടും കിങ് എന്തിന് ഇങ്ങനെ ചെയ്യുന്നു? ആ സോൾജിയേഴ്സ് എല്ലാവരും ഇപ്പൊ സോംബികളെ പോലെ ജനങ്ങളുടെ അടുത്തേക്ക് അടുക്കുകയാണ്. ജനങ്ങളുടെ മനസ്സിൽ ഇതിനോടകം കിങ്ങിനോട് എല്ലാ സ്നേഹവും ബഹുമാനവും പോയി കഴിഞ്ഞു. അവരുടെ പണം അത് മുഴുവൻ കൊള്ളയടിച്ച് ജനങ്ങളെ കൊന്നു തള്ളിയ ഒരു ദുഷ്ടനായ രാജാവ്. അങ്ങനെ മാത്രമാണ് ജനങ്ങളിപ്പോ കിങ്ങിനെ കാണുന്നത്. അങ്ങനെയാണ് റിക്കു ഫാമിലിയോട് ജനങ്ങൾക്ക് എല്ലാവർക്കും അടങ്ങാത്ത പകയും ദേഷ്യവും ഉണ്ടായത്. റെബേക്കയും ആ റിങ്കു ഫാമിലിയിൽ ചേർന്നതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാവരും അവള് തോക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു അപ്പാപ്പനും കുഞ്ഞും അവർ രണ്ടുപേരും ജീവന് വേണ്ടി നിലവിളിക്കുകയാണ്. ഒരുപാട് സോൾജിയേഴ്സ് അവരെ വെട്ടിയെറിയാനായിട്ട് അങ്ങനെ പാഞ്ഞടുക്കും. അടുത്ത നിമിഷം ഡോഫ്ലമിംഗോ ആണെങ്കിൽ ആ ജനങ്ങളോട് പറയും, നിങ്ങളെ രക്ഷിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഞാനും എൻ്റെ ആൾക്കാരും അവരെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ റിങ്കു കിങ്ങിനെയും അവന്റെ സോൾജിയേഴ്സിനെയും ഞങ്ങൾ ഇവിടെ നിന്ന് അകറ്റും. ഈ ഒരു രാജ്യത്തിന് ഞങ്ങൾ പുതിയൊരു മുഖം നൽകും. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊട്ടക്ഷൻ നൽകും. കിങ് റിങ്കുവിനെ ഇപ്പൊ ഡോഫ്ലമിംഗോ ഇട്ടിച്ച് തെറിപ്പിക്കുകയാണ്. അതിനുശേഷം ഡോഫ്ലമിംഗോയുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് കിങ് റിങ്കുവിനെയും അവളുടെ സോൾജിയേഴ്സിനെയും അങ്ങനെ തല്ലി തല്ലി താഴെയിടും. അത് കണ്ട് ജനങ്ങളാണെങ്കിൽ വിളിച്ചു പറയും, കിങ് റിങ്കുവിന്റെ കയ്യിൽ നിന്ന് നമ്മളെ ഡോഫ്ലമിംഗോ രക്ഷിച്ചു. ഇനി മുതൽ ഡോഫ്ലമിംഗോ ആണ് നമ്മുടെ കിങ്. റിങ്കു കിങ് ആണെങ്കിൽ ഇതെല്ലാം കണ്ട് ഒരുപാട് വിഷമത്തില് അങ്ങനെ പൊട്ടിക്കരയും. അത് കണ്ട ഡോഫ്ലമിംഗോ അവൻ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് അങ്ങനെ പൊട്ടിച്ചിരിക്കുന്നതോട് കൂടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റിലാണെങ്കിൽ നമ്മുടെ റെബേക്ക പെണ്ണ് അവളാണെങ്കിൽ അവളെ കൊണ്ട് പറ്റും പോലെ ഓപ്പണൻസിനെ എല്ലാം തന്നെ തല്ലി തോൽപ്പിച്ച് ആ വെള്ളത്തിലേക്ക് തള്ളി ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ജനങ്ങൾക്ക് ആർക്കും റെബേക്കയെ ഒട്ടും ഇഷ്ടമല്ല. നിന്റെ അച്ഛനും നിന്റെ ഫാമിലിയും ഞങ്ങളോട് ചെയ്ത ചതി അതൊരു കാരണവശാലും ഞങ്ങൾ സഹിക്കില്ല. ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നീ രക്തം ചിന്തി മരിക്കുന്നത് അത് ഞങ്ങൾക്ക് കാണണമെന്ന് അവർ വിളിച്ചു പറയും. റെബേക്കയ്ക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൾ ആകെ വിഷമത്തിൽ വീണ്ടും വീണ്ടും അവളെ കൊണ്ട് പറ്റും പോലെ പിടിച്ചു നിന്ന് നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്ത വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഡോഫ്ലമിംഗോ അവൻ എരിയുന്ന രാജ്യത്തേക്ക് ഇപ്പൊ എല്ലാവർക്കും മുൻപിൽ ഒരു രക്ഷകനായി പ്രത്യക്ഷപ്പെടുകയാണ്. അവിടെയുള്ള ജനങ്ങളെല്ലാവരും അവനെ അന്ധമായിട്ട് വിശ്വസിച്ചാണ് ഇന്ന് കാര്യങ്ങളെല്ലാം ഇവിടം വരെ എത്തിച്ചേർന്നിരിക്കുന്നത്. ടോയ് സോൾജിയർ പറഞ്ഞ ഈ ഒരു ഫ്ലാഷ് ബാക്ക് അത് കേട്ട് ഉസോപ്പിന് ഒരുപാട് വിഷമം തോന്നും. റാങ്കി ആണെങ്കിൽ മണിക്കൂറുകളായിട്ട് നിർത്താതെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്.
റോബിന് ആ ഡോഫ്ലമിംഗോയെ ഓർക്കുമ്പോൾ അത്ഭുതം തോന്നും. ഇത്രയും മൈൻഡും വൃത്തികെട്ടവനുമായ ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഉസോപ്പാണെങ്കിൽ ആ ടോയ് സോൾജിയറിനോട് പറയും, ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും നിങ്ങൾ ആ റിങ്കു കിങ്ങിനെ അദ്ദേഹത്തിന് മരണത്തിന് വിട്ടുകൊടുത്ത ഒട്ടും ശരിയായില്ല. അതിനാ ടോയ് സോൾജിയർ പറയും, ഇല്ല, അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല. ഡോഫ്ലമിംഗോയ്ക്ക് വയലറ്റിന്റെ പവർ അത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ അവളോട് ആവശ്യപ്പെട്ടു. അതിന് അവൾ പകരം അവളുടെ അച്ഛൻ്റെ ജീവൻ അതുമാത്രം ദാനമായിട്ട് നൽകണം എന്നാണ് ഡോഫ്ലമിംഗോയോട് ആവശ്യപ്പെട്ടത്. വേറെ വഴിയില്ലാതെ ഡോഫ്ലമിംഗോ അത് ആക്സെപ്റ്റ് ചെയ്തു. അവൾ ഒരുപാട് ദേഷ്യത്തില് പകയോട് കൂടെ വർഷങ്ങളായിട്ട് ആ ഡോഫ്ലമിംഗോയുടെ അണ്ടറിൽ വർക്ക് ചെയ്യാണ്. മാത്രമല്ല ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ സോൾജിയേഴ്സ് അവരെയും ആരും തന്നെ വെറുതെ വിടാൻ തയ്യാറായില്ല. സോൾജിയേഴ്സിനെ അവരെല്ലാവരും ചേർന്ന് കൊന്നു. ബാക്കിയുള്ളവര് അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഡോഫ്ലമിംഗോയുടെ മുൻപിൽ സറണ്ടർ ചെയ്തു. ഡോഫ്ലമിംഗോ അവരെ എല്ലാവരെയും അവന്റെ സ്ലേവ്സ് ആക്കി മാറ്റി. അവർക്ക് വേറെ വഴിയില്ല, ജീവിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു വഴി തെരഞ്ഞെടുക്കേണ്ടി വന്നത്. ടാങ്കി ആണെങ്കിൽ അവരുടെ ദുരവസ്ഥ ഓർത്ത് പൊട്ടിക്കരയാണ്. അതിനാ ടോയ് സോൾജിയർ പറയും, ആക്ച്വലി ആ സോൾജിയേഴ്സിനെ എല്ലാം ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ പഴയ ഒരു വലിയ പട തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആക്ച്വലി നമ്മുടെ ടോയ് സോൾജിയറിന് ഒരുപാട് കാര്യങ്ങൾ അവന് ഓർമ്മയില്ല. ബ്രെയിനിലുള്ള ചില ബ്രോക്കൺ മെമ്മറീസ് അത് മാത്രം ചേർത്ത് വെച്ചാണ് ഇത്രയും കാര്യങ്ങൾ അവൻ പറഞ്ഞത്. ടോയ് സോൾജിയറിനെ പോലെ ടോയ്സ് ആയി തീർന്ന ഒരുപാട് മനുഷ്യർക്ക് കുറെയൊക്കെ ഓർമ്മകളുണ്ട്. പക്ഷേ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് യാതൊരു കാര്യവും ഓർമ്മയില്ല. ആക്ച്വലി ടോയ്സ് ആയിട്ട് പല ഹ്യൂമൻസിന്റെയും കൂടെ ഉള്ളത് അവരുടെ തന്നെ സിബ്ലിങ്സോ അച്ഛനോ അമ്മയോ അങ്ങനെ ആരൊക്കെയോ ആണ്. ഇവർക്കെല്ലാവർക്കും ആ ഡോഫ്ലമിംഗോയോട് അടങ്ങാത്ത കലിയാണ്. എന്നെങ്കിലും ആരെങ്കിലും ഡോഫ്ലമിംഗോയായിട്ട് ഏറ്റുമുട്ടി അവനെ തോൽപ്പിച്ച് ഇവരുടെ പഴയ ജീവിതം അത് ഇവർക്ക് തിരികെ കിട്ടുമെന്ന് വലിയൊരു ശുഭപ്രതീക്ഷ ഇവർക്കുണ്ട്. മാത്രമല്ല ഡോഫ്ലമിംഗോ അന്ന് അവനെതിരെ തിരിഞ്ഞവരെ എല്ലാവരെയുമാണ് ഇതുപോലെ ടോയ്സ് ആക്കി മാറ്റിയത്. മാത്രമല്ല ഒരുപാട് പേരുടെ മെമ്മറിയും അവൻ ഇറേസ് ചെയ്തു. എല്ലാവരെയും കൊന്നൊടുക്കി കളഞ്ഞ അത് ജനങ്ങളുടെ മുൻപിൽ ഡോഫ്ലമിംഗോയുടെ ഇമേജിനെ ബാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വഴി കണ്ടെത്തി ഇതുപോലാക്കി തീർത്തത്. എനിക്കാണെങ്കിൽ ഈ സ്റ്റോറിയൊക്കെ കേട്ട് സഹിക്കില്ല. അവൻ ചാടി എഴുന്നേറ്റ് പറയും, ഒരു കാരണവശാലും ആ ഡോഫ്ലമിംഗോയെ വെറുതെ വിടരുത്. ഉസോപ്പാണെങ്കിൽ അത് കേട്ട് ഞെട്ടും. നൈസായിട്ട് ഫ്രാങ്കിയുടെ വാ പൊത്തിപ്പിടിക്കും. നീ എന്തായി പറയണേ? ഇതൊന്നും നമ്മുടെ ജോലിയല്ല. നമ്മുടെ ലക്ഷ്യം ആ സ്മൈൽ ഫാക്ടറിയാണ്. അത് തകർക്കുക. ഒന്നും മിണ്ടാതെ ഇവിടുന്ന് കടന്നു പോവാ. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ മിസ് റോബിൻ? അതിന് റോബിൻ, എനിക്ക് ഈ സ്റ്റോറി എല്ലാം കേൾക്കുമ്പോൾ ആ ഒരു ഡോഫ്ലമിംഗോയെ അവനെ എന്റെ കൈകൊണ്ട് കൊല്ലാനാണ് തോന്നുന്നതെന്ന് പറയും. ഉസോപ്പിനാണെങ്കിൽ ചത്താ മതിയെന്നാവും. ഇവിടെ ആ ലിറ്റിൽ പീപ്പിൾസ് അവരാണെങ്കിൽ വെറി പിടിച്ച് ആ ഡോഫ്ലമിംഗോയെ തകർക്കാൻ തയ്യാറായി കഴിഞ്ഞു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ അണ്ടർഗ്രൗണ്ട് കാണിക്കും. അവിടെയാണെങ്കിൽ റിങ്കു കിങ് ആളിപ്പോ ആ വയസ്സന പാപ്പനോട് ആളുടെ ക്രൂവിനെ കുറിച്ച് ചോദിക്കും. അതിനാള് പറയും, അവരെ കുറിച്ച് എനിക്കിപ്പോ വ്യക്തമായിട്ടുള്ള ഓർമ്മകളൊന്നുമില്ല, പക്ഷെ കുഴപ്പമില്ല, എന്റെ പേരമക്കള് അവരാ ക്രൂവിനെ നന്നായിട്ട് തന്നെ മാനേജ് ചെയ്യുന്നുണ്ടാവും. കിങ്ങിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ എന്തോ ഒരു ഡൗട്ട്. കാരണം കിങ്ങും എന്തൊക്കെയോ ചില മെമ്മറീസ് അന്നും ഇന്നും മറന്നുപോയതായിട്ട് ആൾ ഓർക്കും. മറ്റൊരു ഭാഗത്ത് ആ വില്ലന്മാര് അവരാണെങ്കിൽ ഓരോരുത്തരെയായിട്ട് ടോയ്സ് ആക്കി മാറ്റി ആ ഫാക്ടറിയിലേക്ക് അയക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ആ പച്ചത്തലയൻ വളരെ സേഫായി കറക്റ്റ് ആയിട്ട് ലൂഫിയെ സോറോയുടെ അടുത്തേക്ക് എത്തിക്കും. ലൂഫി ആണെങ്കിൽ സോറോയെ നോക്കി കൈയൊക്കെ വീശി കാണിക്കും, സോറോ ഇവിടെ മാച്ചൊക്കെ അടിപൊളിയായിട്ട് പോവാണ്. അതിന് സോറോ അവൻ ടെൻഷൻ ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.